127 plus 1 equal to minus 128. ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷനിൽ വരുന്ന ഒരു സ്കീമാണ്. ഓക്കെ, അതായത് നമ്മൾ 127 പ്ലസ് ഒരു 1 കൂടി ഇട്ട് കഴിഞ്ഞാൽ minus 128 വരും. ഓക്കെ, ഇത് 8-bit റെപ്രസെൻറ്റേഷനിലാണ് ഈ വരുന്ന മാത്തമാറ്റിക്സ് വരുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു, നമ്മൾ 8-bit റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഏകദേശം 256 വാല്യൂസ് കിട്ടും അല്ലേ. 0 മുതൽ 255 വരെ, 0 ലീസ്റ്റ് വാല്യൂവും 255 എന്ന് പറയുന്ന ഹയസ്റ്റ് വാല്യൂ അല്ലേ, മാക്സിമം വാല്യൂ. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. നമുക്ക് ഇതേ 8-bit റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് വേണം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് ലോജിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പകുതി ബിറ്റ് പാറ്റേൺസ് നമുക്കാണെങ്കിൽ പോസിറ്റീവിന് കൊടുക്കാം, ബാക്കി പകുതി നമുക്ക് നെഗറ്റീവിന് കൊടുക്കാം അല്ലേ. അപ്പം ലെറ്റ്സ് സേ നമ്മൾ പകുതി 256ൻ്റെ പകുതി എന്ന് പറയുന്നത് 128. ഓക്കെ, നമ്മൾ 128 എന്ന് പറയുമ്പം 0യിൽ നിന്നാണ് നമ്മുടെ പോസിറ്റീവ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ 127 വരെയാണ് 128 വാല്യൂസ് എന്ന് പറയുന്നത്, 128 വാല്യൂസ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരണം? നെഗറ്റീവ് നമ്പേഴ്സിൽ അപ്പോൾ നമുക്കാണെങ്കിൽ -1ൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം അല്ലെങ്കിൽ പുറകോട്ട് പോകാം അല്ലേ. പുറകോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എവിടം വരെ പോകാൻ പറ്റും? -128 വരെ പോകാൻ പറ്റും. കാരണം നമുക്ക് 128 വാല്യൂസ് അവൈലബിളാണ് അല്ലേ. സോ ഈ ഒരു സ്കീമാണ് നമ്മുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് വാല്യൂസ്. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് വാല്യൂസ് ഇൻ 8-bit റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്? ഞാനാണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഐഡിയ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്സ് പോലെ തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് 0 ആണ് ഉള്ളത് അല്ലേ. 0നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എല്ലാം 0 വെച്ചിട്ട്. നൗ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരണമെങ്കിൽ എന്താ? ഇപ്പം -1 എന്ന് പറയുന്നത് എന്താ? -1 എന്ന് പറയുന്നത് -0000001 ആണ് അല്ലേ. അപ്പോൾ ഈ -1 നമുക്ക് ചെയ്താലാണ്, അതായത് 0 - 1 ചെയ്താലാണ് നമുക്ക് -1 കിട്ടുന്നത് ആണല്ലോ. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾ ബൈനറി മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമുക്ക് ഇപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, പക്ഷേ സപ്പോസ് നമുക്കൊരു ക്യാരി ഓവർ ബിറ്റ് ഉണ്ടെന്ന് വെച്ചു. ക്യാരി ഓവർ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 അവൈലബിൾ ആയിട്ട് നമുക്ക് കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് 10 ആയിട്ട് മാറും. ഓക്കെ, സോ 10 പിന്നെയും റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആവും, ഇത് 10 ആവും. ഓക്കെ, സോ ഇത് നമ്മൾ റിപ്പീറ്റ് അടിച്ച് പോകുമ്പം ഇവിടെ എല്ലാം 1 ആവും. ഓക്കെ, ഇവിടെ മാത്രം 10 ആവും. ഓക്കെ, സോ ഈ 10ൽ നിന്ന് നമ്മൾ 1 മാറ്റിക്കഴിഞ്ഞാൽ, 10ൽ നിന്ന് നമ്മൾ -1 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് ബാക്കി വരുന്നത്. ഓക്കെ, സോ നമ്മൾ 1 ബാക്കി വന്നു. ബാക്കിയെല്ലാം നമുക്ക് താഴോട്ട് റൈറ്റ് ചെയ്യാം. ഓക്കെ, സോ 1 1 1 1 1 1 1. ഓക്കെ, ഇതാണ് നമ്മുടെ -1. ഓക്കെ, പക്ഷേ ഇതിന് നമ്മളൊരു അസംഷൻ എടുത്തു. എന്താ? ഇവിടെ ഒരു 1 ക്യാരി ഓവർ ഉണ്ടെന്ന് നമ്മൾ അസംഷൻ എടുത്തു. ഓക്കെ, ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സിസ്റ്റവും ഇത് തന്നെയാണ് പറയുന്നത്. ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന 2 നമ്പർ, ഓക്കെ, 2 നമ്പറും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2n കിട്ടണം. ഓക്കെ, ഇപ്പോൾ 8-bit ആണെങ്കിൽ 2 നമ്പറും 8-bitലുള്ള 2 ബൈനറി റെപ്രസെൻറ്റേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2n കിട്ടണം. ഓക്കെ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് 8-bitൽ ശരിക്കും പറഞ്ഞാൽ 2 ഇല്ല. ഓക്കെ, പക്ഷേ നമ്മൾ 9th ബിറ്റിലോട്ട് പോയാൽ മാത്രമേ 2 ഉള്ളൂ. അതാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന 2 നമ്പറും കൂടി ചേർന്നാൽ 2 കിട്ടണം. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമ്മുടെ 0001, അതായത് 1ഉം -1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓക്കെ, നമുക്ക് 0000001. ഓക്കെ, നമ്മുടെ -1 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡിങ് നമുക്കറിയാമല്ലോ. ഓക്കെ, 0 1 0 1. ഓക്കെ, ഇത് ക്യാരി ഓവർ ചെയ്ത് പോവും. ഓക്കെ, ഇവിടെ ക്യാരി ഓവർ ചെയ്ത് പോവും. ഓക്കെ, ഫൈനലി 0 ആവും എല്ലായിടത്തും. ആൻഡ് അഡീഷണൽ ക്യാരി ഓവർ ഇവിടെ വരും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അതായത് 2n ആണ്. ഓക്കെ,
2n ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ 2n ആവണം, നമുക്ക് ആ ബിറ്റ് അവൈലബിളും ഇല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ 2n നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, രണ്ടായിട്ട് സെപ്പറേറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ ഓക്കെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇത്, അതായത് 255 എന്ന് പറഞ്ഞ വാല്യൂ ആണിത്. ഓക്കെ, ഇതും നമ്മൾ 2n അതായത് 256 എന്ന് പറയുന്ന വാല്യൂവിനെ ഓക്കെ 256 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ 255 + 1 ആക്കും. ഓക്കെ, രണ്ടും രണ്ടാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഒരു 0 0 0 0 0 1 കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത് പ്ലസ് ഇതാണ് നമ്മുടെ 2n. ഓക്കെ, സോ ഇത് നമ്മൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഇപ്പോൾ വേറെ ഒരു വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വെച്ചാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതുമായിട്ട് ബന്ധമില്ലാത്ത നമുക്കൊരു വാല്യൂ എടുത്ത് നോക്കാം. ഓക്കെ, സോ 1111 1111 ഞാൻ ഇതിനകത്തുനിന്ന് 5നെ ഞാൻ 5 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ 5ൻ്റെ 2's കോംപ്ലിമെൻറ്റ് അതായത് -5 എനിക്ക് കണ്ടുപിടിക്കണം. -5ൻ്റെ 2's കോംപ്ലിമെൻറ്റ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. 5ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 101 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്തു. -1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഇവിടെ 0 വരും. ഓക്കെ, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ബാക്കി എല്ലായിടത്തും 1 വരും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഇനി എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 0 0 0 0 0 0 1. ഓക്കെ, 0 0 0 0 0 0 1. ഓക്കെ, ഇപ്പം ഇതിനെ ആഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്, ഇതിനെ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1 ഇവിടെ വരും, 1 0 1 1 1 1 1. ഓക്കെ, ഇതാണ് -5 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ വാലിഡേറ്റ് ചെയ്യാം? സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്താ, ഈ 1 ഇത് തമ്മിൽ ആഡ് ചെയ്യുക, +5നെ -5നെ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് +5 0 0 0 0 0 1 0 1. ഓക്കെ, ഇനി നമ്മുടെ -5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഇതാണ്. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2n കിട്ടണം. ഓക്കെ, പക്ഷേ നമ്മുടെ ഡെസിമൽ സിസ്റ്റത്തിലാണെങ്കിൽ +5 -5 ആഡ് ചെയ്യുമ്പം 0 കിട്ടണം. ഓക്കെ, സോ ആ ക്യാരി ഓവർ 1 നമ്മൾ എടുത്ത് കളയുകയോ ചെയ്യുന്നത്. ഓക്കെ, സോ 1 + 1 0 1. ഓക്കെ, 0 1 0 1 0 1 0 1 ഇത്. ഓക്കെ, അവസാനത്തെ ക്യാരി ഓവർ ഇവിടെ പോകും. ഓക്കെ, സോ നമുക്ക് 8 ബിറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, 8 ബിറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, സോ നൗ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് 2n ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, 2/8 ആണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം ഈ ഒരു വാല്യൂ എടുക്കുന്നില്ലെങ്കിൽ, ഓക്കെ 1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ = 0 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, എങ്ങനെയാണ് 0 1 2 ഇങ്ങനെ പോയി നമ്മൾ 127 വരെ നമ്മൾ ഇങ്ങനെ പോകും. 127. ഓക്കെ, 127 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. -1. ഓക്കെ, -2 -3 ഇങ്ങനെ പോയി നമുക്ക് -127 ഉണ്ട്. പിന്നെ ഇത് നമുക്ക് കണക്ട് ചെയ്യണം. ഇവിടെയാണ് -128 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 എന്ന് പറയുന്ന നമ്പറിന് 2's കോംപ്ലിമെൻ്റ് ഇല്ല. അതുപോലെ തന്നെ -128നും 2's കോംപ്ലിമെൻ്റ് ഇല്ല 8 ബിറ്റ് എടുക്കുമ്പോൾ. ഓക്കെ, 8 ബിറ്റ് റെപ്രസെൻറ്റേഷനിൽ 2's കോംപ്ലിമെൻ്റ് ഇല്ല. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ 32 ബിറ്റ് ഇതേ കണക്കിന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2's കോംപ്ലിമെൻ്റ് വാല്യൂസ് അവൈലബിളും ആയിരിക്കും. അതിൻ്റെ ഈ സൈക്ലിക് റെപ്രസെൻറ്റേഷനിൽ കുറച്ച് അഡീഷണൽ വാല്യൂസ് വരികയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2's കോംപ്ലിമെൻറ്റ്. ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്താ, നമ്മൾ 0 മുതൽ 127 വരെ പോസിറ്റീവ് നമ്പേഴ്സിന് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം 127 എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂവിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബൈനറി റെപ്രസെൻറ്റേഷൻ. 0 1 1 1 പിന്നെ 4 1സും കൂടി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ, അതായത് -128 എന്ന് പറഞ്ഞ വാല്യൂ 100 000 എന്ന് പറഞ്ഞ വാല്യൂ ആണ്.
ഓക്കെ, നിങ്ങൾ ബൈനറി റെപ്രസെൻറ്റേഷൻ വീഡിയോ ഒന്നും കൂടി കാണണം മനസ്സിലായിട്ടില്ലെങ്കിൽ. അതിനകത്ത് ഇത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ -128. ഓക്കെ, സോ ഇത് 127, ഇതാണ് -128. ഇനി ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്ന വാല്യൂ എന്താ? 1000,001. ഇത് -127. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് -126. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയാം. ഇതിനകത്ത് കണ്ട പോസിറ്റീവ് നമ്പർ നമ്മൾ ഇവിടം വരെ എപ്പോഴും ഈ ബിറ്റ് പൊസിഷൻ, അതായത് 8th ബിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് 0 ആയിരിക്കും. അതായത് MSB എന്ന് പറയുന്നത് 0 ആയിരിക്കും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആണ്. ഓക്കെ, പക്ഷെ നെഗറ്റീവ് തുടങ്ങിയപ്പോഴത്തേക്കും ആ MSB 1 ആയിപ്പോയി. അത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 1 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ നെഗറ്റീവ് നമ്പറിനും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് 2's കോംപ്ലിമെൻ്റ് എടുക്കുന്നത്. ഇനി 2's കോംപ്ലിമെൻ്റ് ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത -5നെ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ +5 എന്താ? ഇതായിരുന്നു +5. ഓക്കെ, നമ്മൾ 1 ആദ്യം ചെയ്തത് എന്താ? എല്ലാ 1നെയും കൊണ്ട് നമ്മൾ മൈനസ് ചെയ്തു അല്ലേ? എല്ലാ 1ഉം ആയിട്ടുള്ള ഒരു വാല്യൂ കൊണ്ട് നമ്മളിത് മൈനസ് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു വാല്യൂവിൻ്റെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഈ ഒരു വാല്യൂവിൻ്റെ നെഗേറ്റഡ് ഫോമാണ് ഇത്. അതായത് എവിടെയൊക്കെയാണോ 0 വരുന്നത് അവിടെയെല്ലാം 1 വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, ഇവിടെ 0 0 0 0 0 1 0 1 എന്ന് പറഞ്ഞ വാല്യൂവിൽ ഓക്കെ ഇതിനെ നമ്മൾ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇവിടെ 1, ഇവിടെ 1, എല്ലാ 0 വരുന്നിടത്തും 1. ഓക്കെ, എല്ലാ 1 വരുന്നിടത്തും 0. ഓക്കെ, ഇവിടെ 1, ഇവിടെ 1 0 1 0. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നെഗേറ്റ് ചെയ്തപ്പോൾ. ഓക്കെ, സോ ഇതിനെ നമ്മൾ ആഡ് ചെയ്തു, +1 ചെയ്തു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 2's കോംപ്ലിമെൻറ്റിൻ്റെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏതാണോ നമ്പർ അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ്റെ നോട്ട് ഫോം, നെഗേറ്റഡ് ഫോം എടുത്തു കഴിഞ്ഞിട്ട് +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2's കോംപ്ലിമെൻ്ററി ഫോം കിട്ടും, അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, സോ ഇതാണ് 2's കോംപ്ലിമെൻറ്റിൻ്റെ എല്ലാ മെത്തഡോളജിയും. ഓക്കെ, ഇനി 32 ബിറ്റ് വരുമ്പോഴും ഇതേ സെയിം മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. 32 ബിറ്റ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് 8 ബിറ്റിൻ്റെയും കൂടി കുറച്ചും കൂടി ഉണ്ട്, അതിൻ്റെ ഫോർമുല നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ 2's കോംപ്ലിമെൻറ്റിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ എന്താ 2⁸ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 2⁷, വിച്ച് ഈസ് ഈക്വൽ ടു 128. ഓക്കെ, നമ്മൾ മൈനസ് ഇട്ടിട്ടില്ല, അപ്പോൾ മൈനസ് എവിടെ ഇടുക? എല്ലായിടത്തും മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എല്ലായിടത്തും മൈനസ് ഇട്ട് കഴിഞ്ഞാൽ -128 ആയി. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2⁻n-1 -1 ആണ്. ഓക്കെ, അതായത് 2⁸ അതായത് 2⁷ -1 ഓക്കെ ഈക്വൽ ടു 127 ആണ്. സോറി 127 ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, സോ നമ്മളിപ്പോൾ 32 ബിറ്റ് എടുക്കുവാണെങ്കിൽ ഇതേ ഫോർമുല തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ നെഗറ്റീവ് നമ്പേഴ്സിൽ വരുമ്പം 2⁻32 -1 വരും. ഓക്കെ, അതായത് -2⁻31. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എത്ര വാല്യൂ എന്ന്, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2⁻32 -1 ചെയ്ത് 2⁻31 ഓക്കെ -1. ഇതാണ് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, പോസിറ്റീവ് മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഇത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫോർമുലയും കൂടി പറയാം. 2's കോംപ്ലിമെൻറ്റിൻ്റെ ഓരോ ബൈനറി പൊസിഷനും ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ പറയുന്ന നേരത്തെ നമ്മൾ ചെയ്ത ഒരു വാല്യൂ എടുക്കാം. നേരത്തെ ചെയ്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് -127 എടുക്കാം. ഓക്കെ, -127 എന്ന് പറയുന്നത് 10000001 ആണ്. ഓക്കെ, ഇതിൻ്റെ ഓരോ പൊസിഷൻ്റെയും ഫോർമുല എന്ന് പറഞ്ഞാൽ 2n. ഓക്കെ, ഞാൻ ബിറ്റ് പൊസിഷൻ എന്ന് എഴുതാം. ഓക്കെ, ഓഫ് ദാറ്റ് വാല്യൂ. ഓക്കെ, 2n ഓഫ് ദാറ്റ് പൊസിഷൻ. സോ ഞാൻ അവിടെ n-ന് പകരം
ഞാൻ പി എന്നിടാം. ഓക്കെ, മൈനസ് 2 റേസ് ടു പി ഇൻറ്റു 2 റേസ് ടു പി പ്ലസ് ഓക്കെ 2 റേസ് ടു പി മൈനസ് 1 ഓക്കെ ബിറ്റ് പൊസിഷൻ പി മൈനസ് 1 പ്ലസ് 2 റേസ് ടു പി മൈനസ് 2 ഇൻറ്റു ബിറ്റ് പൊസിഷൻ പി മൈനസ് 2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ നമ്മുടെ 0 വരെ പോകും. അതായത് 2 റേസ് ടു 0 ടൈംസ് ബിറ്റ് പൊസിഷനിലെ വാല്യൂ ഓക്കെ 0. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇത് 7th പൊസിഷനാണ്. ഓക്കെ, അതായത് 7 എന്ന് പറഞ്ഞ മൾട്ടിപ്പിളുടെ വരുന്നത്, അതായത് 2 റേസ് ടു മൈനസ് 2 റേസ് ടു 7 ഓക്കെ ഇൻറ്റു 1 ഓക്കെ പ്ലസ് ഇവിടെ 2 റേസ് ടു 6 ഇൻറ്റു 0 പ്ലസ് 2 റേസ് ടു 5 ഇൻറ്റു 0. ഇങ്ങനെ പോയി നമ്മുടെ അവസാനത്തെ ബിറ്റ് പൊസിഷനിൽ മാത്രമേ ഉള്ളൂ, അതായത് 2 റേസ് ടു 0 ഇൻറ്റു 1. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. ഇതെന്ന് പറഞ്ഞാൽ മൈനസ് 128 പ്ലസ് 0 പ്ലസ് 0 ഇങ്ങനെ പോയി പ്ലസ് 1 കൂടി ഉണ്ട്. ഇതാണ് മൈനസ് 127. ഓക്കെ, ഇതാണ് മൈനസ് 127. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി, ഇവിടെ വെച്ച് നിർത്താം. ഇതാണ് 2's കോംപ്ലിമെൻറ്റ്. ഇത് അധികം നീട്ടി പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.